ക്രിക്കറ്റിന്റെ കളിത്തൊട്ടിലാണ് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട്. എന്തൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും ലോർഡ്സിലൊരു ടെസ്റ്റ് ജയമോ സെഞ്ചുറിയോ 5 വിക്കറ്റ് നേട്ടമോ ഇല്ലാത്തത് കരിയറിലെ വലിയ നഷ്ടങ്ങളായി കരുതുന്നവരാണ് ക്രിക്കറ്റർമാരിലേറെയും. ലോർഡ്സിലെ രാജകീയ ബാൽക്കണിയിൽ ആദ്യമായി ത്രിവർണം പാറിപ്പറന്നത് 1983-ലാണ്. ഏകദിന ലോക കിരീടവുമായി കപിൽ ദേവും സംഘവും അന്ന് ക്രിക്കറ്റിന്റെ ഹോം ഗ്രൗണ്ടിൽ ആടിത്തിമിർത്തു. 2002-ൽ ഇതേ ബാൽക്കണിയിൽ സൗരവ് ഗാംഗുലി ജേഴ്സി ഊരി ലോകത്തിന് മുന്നിൽ തന്റെ ഇരട്ടച്ചങ്ക് കാണിച്ചു. ആ ഗ്രൗണ്ടിൽ 2021 ആഗസ്റ്റ് 16 തിങ്കളാഴ്ച രാത്രി വിരാട് കോഹ്ലിയും സംഘവും ഒരിക്കൽ കൂടി വിജയപതാക ഉയർത്തി. ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആവേശം കുതിച്ചുകയറിയ ക്ലൈമാക്സിനൊടുവിൽ ഇന്ത്യയുടെ 151 റൺസ് വിജയം ചരിത്രത്തിൽ ഇടപിടിക്കുന്നതായി. ഹായ് ഗൈസ്, വെൽക്കം ടു സ്പോർട്സ് ഡയസ്. തോൽവി ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മത്സരത്തിന്റെ അവസാന ദിനം തുടങ്ങിയത്. എന്നിരുന്നാലും വാലറ്റക്കാരായ ബുംറയ്ക്കും ഷമിക്കും മറ്റ് പദ്ധതികളുണ്ടായിരുന്നു. ടെസ്റ്റിലെ 5ാം ദിനമായ തിങ്കളാഴ്ച ബാറ്റിംഗ് തുടങ്ങുമ്പോൾ ഇന്ത്യ 154 റൺസിന് മുന്നിലായിരുന്നു. രക്ഷകനാവുമെന്ന് കരുതിയ ഋഷഭ് പന്ത് പെട്ടെന്ന് മടങ്ങി. 3 വിക്കറ്റ് ബാക്കി നിൽക്കെ 167 റൺസ് മാത്രം ലീഡ്. ഏതു സമയവും കഥ കഴിയാമെന്ന സ്ഥിതി. എന്നാൽ 9ാം വിക്കറ്റിൽ ഒന്നിച്ച ഷമിയും ബുംറയും മത്സരം മാറ്റിമറിച്ചു. ബൗൺസറുകളിലൂടെ ഇവരെ വിരട്ടാനുള്ള ഇംഗ്ലീഷ് ബൗളർമാരുടെ ശ്രമം തിരിച്ചടിച്ചു. ഒരു കൂറ്റൻ സിക്സറിലൂടെയാണ് ഷമി അർദ്ധ സെഞ്ചുറി കുറിച്ചത്. ഇംഗ്ലണ്ടിന്റെ ബൗളിംഗ് ആക്രമണത്തെ അടിച്ചമർത്താൻ മാത്രമല്ല, പ്രത്യാക്രമണം നടത്താനും അവർക്കായി. മത്സരത്തിന്റെ വേലിയേറ്റം ഇന്ത്യക്ക് അനുകൂലമായി. ഇംഗ്ലണ്ടിന് 272 റൺസ് വിജയലക്ഷ്യം വെച്ച ഇന്ത്യക്ക് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാനുള്ള സാഹചര്യമൊരുക്കി അവരുടെ പ്രകടനം. ഇംഗ്ലണ്ടിന് 60 ഓവറിൽ 272 റൺസ് വിജയലക്ഷ്യം. ആതിഥേയർ ഒരിക്കലും പിന്തുടരാൻ ഉദ്ദേശിക്കാത്ത ഒരു വിജയലക്ഷ്യമായിരുന്നു അത്. പക്ഷേ ഉയർന്ന ചാർജുള്ള ഇന്ത്യൻ ഫാസ്റ്റിംഗ് ബൗളിംഗ് യൂണിറ്റ് ദിവസം മുഴുവനും ബാറ്റർമാരെ അവരുടെ ശത്രുതാപരമായ സ്പെല്ലുകൾ ഉപയോഗിച്ച് ആഞ്ഞടിച്ചതിനാൽ അവർക്കത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ ടീം അവസാന ഇന്നിംഗ്സ് കളിക്കാനിറങ്ങുന്നതിന് മുന്നേ വിരാട് കോഹ്ലി ആവേശഭരിതമായ ഒരു പ്രസംഗം നടത്തി. തന്റെ കളിക്കാരെ ഇംഗ്ലണ്ടിന് നരകം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. ഇനിയുള്ള 60 ഓവറുകൾ അവർ നരകം അനുഭവിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവസാന 2 സെക്ഷനുകളിലായി ഇംഗ്ലണ്ടിനെ 120 റൺസിന് പുറത്താക്കി.